നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാറ്റ പാർട്ടിയുടെ വാർത്തകൾ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് മുഴുവൻ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. BJPക്ക് ഇതൊരു ആയുധം കിട്ടിയെന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ ഇപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്തകളാണ് ഒരു രാജ്യസ്നേഹിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. ഈ പാറ്റ പാർട്ടിയുടെ പേര് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നീറ്റ് പരീക്ഷ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഒരു ചോർച്ച നടന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു പ്രതിഷേധത്തിൽ ബീഹാറിൽ ഒരു ബന്ദ് തന്നെ അവിടുത്തെ ജെൻസി കിഡ്സ് എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിയും വലിയ വിവരവും രാഷ്ട്രബോധമൊക്കെയുള്ള ആളുകൾ നടത്തിയ സമരമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സമരത്തെ സുഡാപ്പി പാറ്റകൾ എന്ന് വേണമെങ്കിൽ പറയാം. സുഡാപ്പി പാറ്റകൾ നടത്തിയിട്ടുള്ള സമരം എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഈ സുഡാപ്പി പാറ്റകളെ അടിച്ച് തകർക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ബീഹാറിൽ വളരെ വലിയ രീതിയിൽ ബീഹാറിന്റെ തലസ്ഥാനമായിട്ട് പാട്നയിൽ നടന്നിട്ടുള്ള ഈ പ്രതിഷേധ സമരത്തിൽ വ്യാപകമായിട്ടുള്ള അക്രമങ്ങളായിരുന്നു ഇവന്മാർ നടത്തിയത്. പോലീസിന്റെ വാഹനം ആക്രമിക്കുക, വനിതാ പോലീസുകാരെ ആക്രമിക്കുക, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുക, അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ കടകൾ ആക്രമിക്കുക, കിട്ടുന്നതെല്ലാം പറക്കി കൊണ്ടുപോവുക, പോലീസ് വാഹനങ്ങളിൽ നിന്നും മൊബൈലുകളും മറ്റും എടുത്തു കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ പോലീസിന്റെ ബാരിക്കേഡുകൾ തള്ളിക്കൊണ്ടുപോവുക, ഇതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോവുക. ഇതൊക്കെയായിരുന്നു സമരത്തിന്റെ കലാപരിപാടി. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ നാട്ടിൽ ഒരു വാട്സപ്പ് സമരം നടന്നല്ലോ, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഹർത്താൽ നടന്നല്ലോ. അന്ന് മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹോട്ടലുകൾ ആക്രമിച്ചുകൊണ്ട് മുട്ടപ്പപ്സ് ഒക്കെ തട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള കലാപരിപാടികൾ കേരളത്തിലെ സുഡാപ്പികൾ നടത്തിയിരുന്നു. അപ്പൊ ഈ സുഡാപ്പികൾ രാജ്യവ്യാപകമായിട്ട് ഇവർക്ക് ഒരേ സ്വഭാവം തന്നെയാണെന്നുള്ളത് തർക്കമില്ല. നമ്മുടെ രാജ്യത്തെ വളരെ അനാവശ്യമായിട്ടുള്ള സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കലാപ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉമാര് നിരന്തരമായിട്ട് ശ്രമിച്ചത്. ഇപ്പോൾ ബീഹാർ പോലീസ് വളരെ കൃത്യമായിട്ടുള്ള നടപടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അടിച്ച് തൂഫാനാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സംശയമില്ല. വീടിനകത്ത് കയറിയിട്ടാണ് ഉമാർ ഓരോത്തിനെയും പിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഈ പാർട്ടികൾ പറയുന്നത് ഞങ്ങളെ മോദി സർക്കാർ വീണ്ടും ഞങ്ങളെ പറ്റിക്കുന്നു, പ്രശ്നത്തിലാക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പാറ്റ പാർട്ടി അല്ലെങ്കിൽ ഈ പാറ്റകൾക്ക് സപ്പോർട്ടായിട്ട് വേടനെ പോലെയുള്ള ആളുകൾ, ഇപ്പൊ നമ്മൾക്കറിയാലോ കേരളത്തിൽ വേടൻ ഒരു യാത്രയൊക്കെ നടത്തുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. കഞ്ചാവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുണ്ട്, ആനക്കൊമ്പുമായി ബന്ധപ്പെട്ടുള്ള പുലിനഖവുമായി ബന്ധപ്പെട്ടുള്ള കേസ് വന്നിട്ടുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ബലാത്സംഗ കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിയാണ് ഈ രാജ്യത്തെ മോദിയിൽ നിന്ന് മോചിപ്പിക്കും, BJPയിൽ നിന്ന് മോചിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയെല്ലാം നടത്തി നമ്മുടെ നാട്ടിലുള്ള യുവജനങ്ങളെ അല്ലെങ്കിൽ ജെൻസി കിഡ്സിനെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താലും ഈ രാജ്യം ജെൻസി കിഡ്സുകൾ എന്ന് പറയുന്ന വിഭാഗത്തിന് മാത്രം ജീവിച്ചു പോകാനുള്ളതല്ല. കാരണം ഒരു 18ഉം 20ഉം വയസ്സുള്ള കുട്ടികൾക്ക് മാത്രം ജീവിച്ചു പോകാനുള്ളല്ലോ. ഇവിടെ എല്ലാവർക്കും ജീവിക്കണ്ടേ, എല്ലാവർക്കും സമാധാനം വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ രാജ്യത്ത് അത് പൂർണ്ണമായിട്ടും കൊടുക്കുന്നുണ്ട്. പക്ഷെ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിച്ച ഈ പ്രൊട്ടക്സ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇത് നിരന്തരമായിട്ട് പല രീതിയിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചിട്ട് ഇതിനെ സംഘർഷം എന്നുള്ള രീതിയിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ച് ഒരു കലാപം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ ഭരണകൂടത്തെ വെല്ലുവിളിച്ച് എന്തും ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ എന്തും ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടാണെങ്കിൽ അത് നിങ്ങൾ മറന്നേക്കോ. ബീഹാർ ഭരിക്കുന്നത് JDU മാത്രമല്ല BJP ആണ് ഇപ്പോൾ അവിടെ മുഖ്യമായിട്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുന്നത്. മുഖ്യമന്ത്രി BJPയുടെ ആണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കരയുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അതുപോലെയുള്ള കരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാട്നയിൽ നടന്നിട്ടുള്ള സമരത്തിൽ ഉണ്ടായിട്ടുള്ള അക്രമത്തിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തുകയാണ് ബീഹാർ പോലീസ്. അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവരുടെ വീട്ടിനകത്ത് കയറി അവരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മയും സഹോദരിമാരും വാപ്പയും ഒക്കെ കിടന്ന് കൊട്ടി ഘോഷിച്ച് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിൽ രാജ്യത്തിന്റെ സ്വത്തുക്കൾ അടിച്ചു തകർക്കുക, അത് നശിപ്പിക്കുക എന്നുള്ള നിലപാടാണെങ്കിൽ പോലീസ് നടപടിയെടുക്കും. ഇത് കേരള പോലീസിനെ പോലെയാണ് ചിന്തിക്കുന്നത് എങ്കിൽ കേരള പോലീസിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ജിഹാദി ഭീകരവാദികൾക്കെതിരെ നടപടിയെടുത്തതായിട്ട് നമ്മൾക്കറിയില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് പോലും നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ, അല്ലെങ്കിൽ പോലീസിനൊന്നും ഇവിടെയുള്ള PFAയുടെ ആയിരക്കണക്കിന് പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അവർ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ പോലും NIA ഏറ്റെടുത്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇപ്പോ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി 11 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിൽ നിന്ന് പിടിക്കപ്പെട്ടത്. ഈ സഞ്ജിത്ത് വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും
അതോടൊപ്പം തന്നെ പാലക്കാട് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പോലീസ് പല പ്രതികളെയും നിരവധി വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അവസാനത്തെ സമയം നമ്മൾക്കറിയാം, പ്രവീൺ നെട്ടാരു എന്ന് പറയുന്ന കർണാടക സ്വദേശിയെ ഈ PFIയുടെ പ്രവർത്തകർ കൊലപ്പെടുത്തിയാണ്. അതിലെ ഒന്നാം പ്രതിയെ 3 വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ നിന്നാണ് പിടികൂടിയത്, പള്ളുരുത്തിയിൽ നിന്ന്. അപ്പൊ നമ്മൾ ആലോചിക്കണം, അപ്പൊ ജിഹാദി ഭീകരവാദികൾക്ക് ഏത് സമയത്തും നമ്മുടെ കേരളത്തിൽ എവിടെയും ഒളിച്ചു താമസിക്കാം എന്നൊക്കെയുള്ള രീതിയാണ്. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് അതുപോലെയല്ല, ജിഹാദികൾക്കെതിരെ കൃത്യമായിട്ട് നടപടി എടുക്കും. അവിടെ പല സ്ഥലങ്ങളിലും പ്രതിപക്ഷവും ഭരണകക്ഷിയും BJP ആണ്. അപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തീവ്രവാദികൾക്കെതിരെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇന്നേ വരെയും കാണിച്ചിട്ടില്ല, അതെവിടെയും കാണിക്കുകയുമില്ല. അപ്പൊ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് പോലീസിന് കൃത്യമായിട്ട് അറിയാം ആരെല്ലാമാണ്. കാരണം ഇവര് പറയുന്നത് ടെക്നോളജി ഇവരുടെ കൈകളിൽ മാത്രമാണ്. ടെക്നോളജി സർക്കാരിന്റെ കയ്യിലും കൃത്യമായിട്ടുണ്ട്, നല്ല രീതിയിലുമുണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അക്രമം കാണിക്കുന്നവരെ പിടികൂടാനായിട്ട് നല്ല പോലെ അറിയാം, അതിലൊരു സംശയമില്ല. നിങ്ങൾ ഏതെല്ലാം തരത്തിൽ ഇനി ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള സമരം ഉണ്ടാക്കും എന്ന് പറഞ്ഞാലും രാജ്യത്ത് അക്രമം കാണിച്ചവരെ പിടികൂടുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായിട്ടുണ്ട്. ഒരു വാക്കും ഒരു ഡൽഹിയിലും വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്ക് അനാവശ്യമായിട്ട് ഒരു CJP പ്രവർത്തകന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ പേരിലും കേസ് എടുക്കില്ല എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്ക്. പക്ഷെ അക്രമം കാണിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അവരാരെയും BJPയുടെ ഓഫീസിലേക്കോ RSSന്റെ കാര്യാലയത്തിലേക്കും അല്ല കൊണ്ടുവരുന്നത്, അവരെ കോടതിയിൽ തന്നെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് ഈ രാജ്യത്തെ എന്തെല്ലാം നിയമമാണോ ആ നിയമങ്ങളൊക്കെ അല്ലെങ്കിൽ ആ വകുപ്പുകളൊക്കെ കൃത്യമായിട്ട് തലയിൽ ചുമത്തിക്കൊണ്ട് അവരെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇതാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. രാജ്യത്ത് 17, 18, 20 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കേണ്ടത്, ഇവിടെ മുതിർന്നവർക്കും സമാധാനപരമായിട്ട് ജീവിക്കാം. ആ സമാധാനം നിലനിർത്തേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. ആ സമാധാനം നിലനിർത്താൻ ഏതെല്ലാം തരത്തിൽ പോലീസിനെ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് നല്ല പോലെ അറിയാവുന്ന ആളുകളാണ് രാജ്യം ഭരിക്കുന്നത്. 3 ദിവസത്തെ ഗുജറാത്ത് കലാപം അക്രമികളെ കൃത്യമായിട്ട് അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള മുഖ്യമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി. അപ്പോൾ മോദിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മോദിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന BJPയുടെ മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ച് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ന്യായമായിട്ട് ആ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നതിനും നിങ്ങളൊപ്പം നിൽക്കുന്നതിനും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങളുടെ വാക്ക് കേട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്ന തരത്തിലുള്ള വിശാലമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള, സംഘടനാ ചിന്തയുള്ള ഒരു സംവിധാനമാണ് സംഘപരിവാർ BJP. അതിൽ തർക്കമില്ല, ആരോടും ആശയില്ല, വൈരാഗ്യമില്ല. പക്ഷെ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് സമാധാന അന്തരീക്ഷം തകർക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ ബീഹാറിലല്ല UPയിലല്ല എവിടെ എടുത്താലും അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ബീഹാറിനെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലോ, നിസ്സാരമായിട്ട് ഇതിനേക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ ഒരിക്കലുമല്ല. നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കും, ജയിലിലടക്കേണ്ടതിനെ ജയിലിലടക്കും. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാം. ഉത്തർപ്രദേശിലെ ജുനൈദ് എന്ന് പറയുന്ന വ്യക്തി ഈ സമരം നടക്കുന്ന ദില്ലിയിലെ ജന്തർ മന്ദിറിൽ വന്ന് 3000-വും 10,000-വും പേരടങ്ങുന്ന ആളുകൾക്ക് നിത്യേന ഭക്ഷണം അദ്ദേഹം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു സന്നദ്ധ പ്രവർത്തകനായിട്ട് കാണിക്കുന്ന പലരുമുണ്ട്. പക്ഷെ ഈ പ്രവർത്തകർ എവിടെ നിന്നാണ് ഈ പണം എന്നുള്ളതിന്റെ അടിസ്ഥാനപ്പെടുത്തി UP പോലീസ് ഇയാളെ പൊക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നിലവിലെ സാഹചര്യം. ഏതെല്ലാം തരത്തിൽ കരഞ്ഞു മെഴുകിയാലും പണി കിട്ടേണ്ടവന് പണി കിട്ടും, അതിലൊരു തർക്കമില്ല. അക്രമം ഉണ്ടാക്കുന്നവൻ ജയിലിലായിരിക്കും എന്നുള്ളത് സംശയമില്ല. വന്ദേ മാതരം.